ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് വരാൻ പോകുന്ന കൊടിയ ആപത്തിന്റെ സൂചന. സംശയമില്ല. തിരുമേനി, നടന്ന കാര്യങ്ങൾ കാരണവന്മാരെ അറിയിച്ചേക്കൂ. അപകടം ചെറുതല്ല. പൂജയിൽ പങ്കെടുക്കാൻ നവീനും വന്നിട്ടുണ്ടല്ലോ. അവനിപ്പോ ഭാര്യയുടെ അടിമയല്ലേ. എല്ലാരും കൂടി അങ്ങനെയൊക്കെ തീർത്തല്ലോ. പിരിഞ്ഞിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി കർമ്മങ്ങൾ തുടങ്ങട്ടെ. ഇനി 100 പാലും കൊടുത്തോളൂ. അപശകുനങ്ങളില്ലാതെ മറ്റൊരു ദിവസം കൂടി പൂർത്തിയായി. പ്രാർത്ഥനയുടെ ആഴം അനുഗ്രഹത്തിന്റെ ആഴം കൂട്ടുവന്ന എല്ലാം ശുഭമാവട്ടെ. ഞങ്ങൾക്ക് തിരിച്ചു പോവാല്ലോ അല്ലേ തിരുമേനി? ആവാം. വാ മോളെ. മോനെ വാ. അമ്മ നടന്നോളൂ, ഞാൻ വരാം. മോൾ വന്നേ. എന്തുറ്റമ്മേ നവീന്? വല്ലാത്തൊരു ഗൗരവം പോലെ. നാഗത്തറയിൽ നിൽക്കുമ്പോ എല്ലാവരും അങ്ങനെ തന്നെയാ മോളെ. മോള് വന്നേ.
നിന്റെ നിൽപ്പനെന്തോ പന്തികേട്ടുണ്ടല്ലോ. ആ കുഴപ്പെന്തെങ്കിലും ആണെങ്കി നടന്നോട്ടെ. നീ വന്നേ. ഇവിടെ. തിരുമേനി നിൽക്കോ? എന്തേ? സത്യത്തില് എന്തിനു വേണ്ടിയാ ഇത്രയും കഠിനമായ വ്രതങ്ങള്? എന്തിനാ ഗാഥ ഇതൊക്കെ ചെയ്യുന്നത്? നമുക്കല്പം തിരക്കുണ്ട്. തിരുമേനി, പറഞ്ഞിട്ട് പോ തിരുമേനി. ഇപ്പൊ നടക്കുന്ന പൂജകളിൽ എന്തൊക്കെയോ ദുരൂഹതയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ കളരിക്കൽ കുടുംബത്തിൽ എല്ലാം അറിയുന്ന കാരണവന്മാരുണ്ടല്ലോ, പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നേ? അവരാരും ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. പക്ഷെ എനിക്കത് അറിഞ്ഞേ പറ്റൂ. നമുക്ക് ചില പരിമിതികളുണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്ത് പരിമിതി? അങ്ങ് സത്യസന്ധനായ ഒരു പൂജാരിയല്ലേ? അങ്ങയോട് ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ടത് അങ്ങയുടെ ബാധ്യതയല്ലേ? അങ്ങ് ഈ ചെയ്യിക്കുന്ന കർമ്മങ്ങളുടെ അർത്ഥമാണ് ഞാൻ ചോദിക്കുന്നത്. കുട്ടി, ഏത് സമയത്തും ദോഷത്തെക്കുറിച്ച് പറയുന്നു, പതിഞ്ഞ വാക്കുകളിൽ ശാപത്തെക്കുറിച്ചും. അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഈ ചോദിക്കുന്നത്. സത്യം മറച്ചു വെക്കാൻ നമുക്കാവില്ല. ഈ കഠിന പൂജകളൊക്കെ നടത്തുന്നത് കളരിക്കൽ കുടുംബത്തിന്റെ കാലങ്ങളായുള്ള ശാപങ്ങൾ മാറാൻ വേണ്ടിയാ. എന്ത് ശാപം? കളരിക്കൽ കുടുംബത്തിന് ഇത്ര കഠിനമായി എന്ത് ശാപമാണുള്ളത്? അത് എന്തൊക്കെ പരീക്ഷണങ്ങളാ ഈശ്വര! നാഗദൈവങ്ങൾ നിവേദ്യം നിഷേധിച്ചിരിക്കുന്നു. ഇത് വരാൻ പോകുന്ന കൊടിയ ആപത്തിന്റെ സൂചന. സംശയമില്ല. തിരുമേനി, നടന്ന കാര്യങ്ങൾ കാരണവന്മാരെ അറിയിച്ചേക്കൂ. അപകടം ചെറുതല്ല.